സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കയ്യിലുള്ള ഓഡിയോ സ്രോതസ്സില്ലേ, അത് വെച്ചിട്ട് ഒരു പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില പ്രധാന ചിന്തകളിലേക്കൊന്ന് കിടക്കാം. ഈ കോർപ്പറേറ്റ് ലോകത്തൊക്കെ കേൾക്കുന്ന ചില വാക്കുകളുണ്ട്, വിഷൻ, മിഷൻ എന്നൊക്കെ. അതിനപ്പുറം ശരിക്കും ഒരു കാഴ്ചപ്പാടിനെ പ്രയോജനമുള്ളതാക്കുന്നത് എന്താണെന്ന് നോക്കുകയാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? തീർച്ചയായും അതെ. ഈ സ്രോതസ് ആദ്യം തന്നെ ഈ വിഷനും മിഷനും തമ്മിലുള്ള വ്യത്യാസമില്ലേ, അത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ടൊരു വിഷൻ ഉണ്ടാക്കാനും അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള ചില പ്രാക്ടിക്കൽ വഴികളും പിന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ശരി. അപ്പോ ഇതിലെ ആദ്യത്തെ പ്രധാന പോയിന്റ്, ഈ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. അല്ല, അത് മിഷനാണ്. അതുപോലെ നമ്മൾ ആരായി തീരണം എന്നുള്ളതുമല്ല എപ്പോഴും. അത് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് മാത്രമായി പോവും. അതെ, ഒരു സെൽഫ് സെന്റേർഡായി പോകാം. അതിനപ്പുറം ഒരു വലിയ ലക്ഷ്യം അതിൽ വരണമെന്നില്ല. മറിച്ച് നമ്മൾ ഈ ലോകത്തിൽ കാണാനാഗ്രഹിക്കുന്ന ഒരു ഭാവിയുണ്ടല്ലോ, അതിൻ്റെ ഒരു വിവരണമാണ് ശരിക്കും വിഷൻ എന്ന് ഈ സ്രോതസ് പറയുന്നു. ആ വ്യത്യാസം ശരിക്കും പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളിലേക്ക് മാത്രം ഒതുവാതെ പുറത്തേക്ക് നോക്കണം. ലോകത്തിന് എന്ത് മാറ്റം വരണമെന്ന് ചിന്തിക്കണം. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു നേതാവിനോ ഒക്കെ സ്വന്തം കാര്യത്തിനപ്പുറം പുറത്തുള്ള ഒന്നിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകുന്നത് അതിന്റെ ഒരു ശക്തി കൂട്ടും. ഓഹോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വിഷൻ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് നീണ്ടുപോയാൽ ചിലപ്പോൾ ആശയക്കുഴപ്പമാകും. ശരിയാണ്. എന്നാൽ തീരെ ചെറുതായാലോ? അതും പ്രശ്നമാണ്. ഒരു വ്യക്തത കിട്ടില്ല. അതെ, അതിനൊരു കൃത്യം ഫോർമുലയൊന്നും ഇല്ല എന്നും ഓർക്കണം. ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും. അത് ശരിയാണ്. അപ്പോ ഇതെങ്ങനെ തുടങ്ങുമെന്നോർത്ത് കൺഫ്യൂഷൻ അടിക്കുന്നവർക്ക് ഈ സ്രോതസ്സിൽ ഒരു നല്ല ടിപ്പുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാനാണ് പറയുന്നത്. വുഡന്റ് ഇറ്റ് ബി അമേസിംഗ് ഇഫ്? അതായത്, ഇങ്ങനെ സംഭവിച്ചാൽ എത്ര ഗംഭീരമായിരിക്കും? ആ ചോദ്യത്തിന് മനസ്സിലേക്ക് ആദ്യം ഓടിവരുന്ന ഉത്തരമില്ലേ, അത് പലപ്പോഴും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ആഗ്രഹങ്ങളെ, ലക്ഷ്യങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവരും. കറക്റ്റ്. ഒരുപാടങ്ങ് അനലൈസ് ചെയ്യുന്നതിന് മുൻപുള്ള ആ ആദ്യത്തെ ചിന്ത. അതെ, ആ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അതുമായി ഇതിനെ കണക്ട് ചെയ്യാം. ശരിയാണ്, അതൊരു നല്ല തുടക്കം തന്നെ. പക്ഷെ മനസ്സിൽ ഒന്നിലധികം ആശയങ്ങൾ വന്നാലോ? ചിലപ്പോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതാണ് അടുത്ത പ്രശ്നം. അവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം വരുന്നത്. ഈ സ്രോതസ് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ആശയങ്ങളെ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന്, ഡിസൈറബിലിറ്റി, അതായത് അത് നമുക്ക് വ്യക്തിപരമായി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ആഴത്തിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒരു ദൈവഹിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓഹോ. രണ്ട്, അച്ചീവബിലിറ്റി, അതായത് നമുക്ക് എത്രത്തോളം കാര്യമായിട്ട് അർത്ഥവത്തായിട്ട് ഇതിലൊരു പങ്ക് വഹിക്കാൻ പറ്റും, നമ്മുടെ കഴിവും സാഹചര്യവും ഒക്കെ വെച്ച്. അപ്പോ ആഗ്രഹവും അത് നടപ്പാക്കാനുള്ള നമ്മുടെ കഴിവും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തണം. അതെ, ഇത് നമ്മുടെ ലക്ഷ്യങ്ങളെ ചെറുതാക്കാനല്ല കേട്ടോ. അല്ലല്ല, കൂടുതൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധ പോകാൻ. കറക്റ്റ്. ഈ സ്രോതസ്സിൽ പറയുന്ന വേറൊരു ഒരു ചിന്താ പരീക്ഷണമുണ്ട്. നമ്മുടെ ഈ കാഴ്ചപ്പാടില്ലേ, അത് നമ്മളെക്കുറിച്ച് മാത്രമുള്ളതാണോ അതോ കുറച്ചുകൂടി വിശാലമാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നിങ്ങളുടെ വിഷൻ നിങ്ങളെയും നിങ്ങളുടെ അടുത്തുള്ളവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണോ അതോ അതിനപ്പുറം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണോ? ശരി. അങ്ങനെ ഒരു യൂണിവേഴ്സൽ വിഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തികളെ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയെയൊക്കെ എങ്ങനെ മാറ്റിയേക്കാം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ പുറത്തേക്ക് നോക്കുന്ന ആശയവുമായി ഇത് ചേർന്നു പോകുന്നുണ്ട്. അതെ, ശരിയാണ്. അപ്പോ ഈ ചിന്തകളൊക്കെ കഴിഞ്ഞു, ഏകദേശം ഒരു രൂപം കിട്ടി എന്ന് വെക്കാം. എന്നാലും അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ അവസാനമായിട്ടൊരു ഫിൽട്ടർ കൂടി പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതാണ് ആ ചോദ്യം. നിങ്ങളുടെ ദൈവത്തോട് ഇത് പറയുമോ? Would you say to your Lord? അത് കേൾക്കുമ്പോ ഒരു മതപരമായ ചോദ്യം പോലെ തോന്നാം, പക്ഷേ അതിനപ്പുറം ഒരു അർത്ഥമുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കാഴ്ചപ്പാട് അത്രയേറെ ആത്മാർത്ഥവും സത്യസന്ധവും മൂല്യമുള്ളതുമാണോ എന്ന് സ്വയം ചോദിക്കുന്നൊരു രീതിയാണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടി നിലകൊണ്ടു എന്ന് പൂർണ്ണ ബോധ്യത്തോടെ, അതേസമയം വിനയത്തോടെ നമ്മുടെ സ്രഷ്ടാവിന് മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഓഹോ. ആ ഒരു ചോദ്യം മതി നമ്മുടെ വിഷനെ ഒരുപാട്
ഒരുപാട് തെളിച്ചമുള്ളതാക്കാൻ. അങ്ങനെ ഒരു വിഷനാണെങ്കിൽ പിന്നെ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും നമുക്കൊരു ആത്മവിശ്വാസമുണ്ടാവും. ശരിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സണൽ വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് വളരെ വ്യക്തിപരമായൊരു യാത്രയാണ്. അത് ഇടയ്ക്ക് മാറാം, പരിഷ്കരിക്കപ്പെടാം. പക്ഷെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെക്കുറിച്ച് മാത്രമായി ഒതുങ്ങാതെ പുറത്തുള്ള ഒരു നല്ല മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നെന്നായിരിക്കണം. അതെ, വളരെ ശരിയാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്നവർക്ക് ഒന്ന് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഈ സ്രോതസ്സിലുടനീളം നമ്മൾ കണ്ടത് പുറത്തേക്ക് നോക്കുന്നതിനും ഒരു ആത്യന്തികമായ ഉത്തരവാദിത്വബോധത്തോടെ ദൈവത്തോടുള്ള പരീക്ഷണം പോലെ നമ്മുടെ വിഷനെ സമീപിക്കുന്നതിനും പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മാറ്റമുണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയ സ്വാധീനവും അതിൻ്റെ ഒരു അന്തിമ ഫലവും ഒക്കെ മനസ്സിൽ വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങൾക്ക്, അത് വ്യക്തിപരമായാലും തൊഴിൽപരമായാലും എന്ത് മാറ്റങ്ങൾ വരാനാണ് സാധ്യത? അതൊന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും.